അക്കൗണ്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നാം എപ്പോഴും ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ് ഡെബിറ്റും ക്രെഡിറ്റും. എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഇവന്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനതേ മോണിറ്ററി വാല്യൂ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ടിലേക്ക് എൻ്റർ ചെയ്യണം. ഈ ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് ജേർണൽ എൻട്രീസ്. ഈ ജേർണൽ എൻട്രീസ് വരുമ്പോൾ ഈ ജേർണൽ എൻട്രിക്ക് 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഡെബിറ്റും ഒരു സൈഡ് ക്രെഡിറ്റും ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഒരു ത്രാസ് പോലെയാണ്. അപ്പോൾ ഒരു സൈഡ് ഡെബിറ്റും ഉണ്ടാവും, ഒരു സൈഡ് ക്രെഡിറ്റും ഉണ്ടാവും. രണ്ടിടത്തും ഈക്വൽ വാല്യൂ ആണ്, എന്നെങ്കിലും മാത്രമേ അത് ബാലൻസ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 2 സൈഡ് എന്ന് പറയുന്നത് ഓരോ ലെഡ്ജേഴ്സ് ആയിരിക്കും. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കിൻ്റെ ഒരു പേജ് പോലെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ജേർണൽ എൻട്രിക്ക് 2 സൈഡാണ്. വൺ സൈഡ് ഡെബിറ്റ് ഉണ്ടാവും, വൺ സൈഡ് ക്രെഡിറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിളിന് നമ്മളൊരു ഇവൻ്റ് എടുക്കാം. മുഹമ്മദ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അയാൾ ഒരു 5 ലാക്ക് എന്ത് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഇവൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ജേർണലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ 2 ലെഡ്ജറാണ് ഇവിടെ വരുന്നത്. ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്, ബാങ്കിൽ എന്ത് 5 ലക്ഷം വന്നിട്ടുണ്ട്. മറ്റൊന്ന് മുഹമ്മദിൻ്റെ ക്യാപിറ്റലാണ്, അയാൾ ക്യാപിറ്റൽ ആയിട്ടാണ് ഈ ബാങ്കിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫിക്കേഷനിൽ ഒന്നിനെ നമ്മൾ ക്യാപിറ്റൽ ആയിട്ടും മറ്റൊന്ന് ബാങ്ക് അല്ലെങ്കിൽ അതൊരു അസറ്റ് എന്നുള്ള രൂപത്തിൽ വരും. ഈ രൂപത്തിൽ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 5 ലാക്ക് ടു മുഹമ്മദ് ക്യാപിറ്റൽ അക്കൗണ്ട് 5 ലാക്ക്. ഇതാണ് ജേർണൽ എൻട്രി. അപ്പോൾ 5 ലാക്ക് ഡെബിറ്റും വന്നു, 5 ലാക്ക് ക്രെഡിറ്റും വന്നു. ഫസ്റ്റിലത്തെ ലൈനിൽ വരുന്ന ഡെബിറ്റും സെക്കൻഡ് ലൈനിൽ വരുന്ന ക്രെഡിറ്റുമാണ്. അപ്പോൾ ഇതിനെ കൃത്യമായ പൊസിഷനിൽ കൃത്യമായി അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട്സ് കിട്ടും. അപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്യണം, അതിന് നമ്മൾ ഇവൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അതിന് ട്രാൻസാക്ഷനിലേക്ക് മാറ്റി ഏതൊക്കെ ലെഡ്ജറാണ് വരുന്നതെന്നുള്ളത് നോക്കി. ഇനി കൃത്യമായ ലെഡ്ജറിന് ആ ഡെബിറ്റ് വാല്യൂയും ക്രെഡിറ്റ് വാല്യൂയും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആയിരിക്കും.